അള്ളാഹുവിൻ്റെ റസൂലാണ് ഈ ദുആ ആയിഷ റളിയല്ലാഹു അൻഹക്ക് പഠിപ്പിച്ചു കൊടുത്തത്. എന്താണ് ദുആയിലുള്ളത് എന്ന് നോക്കാം. അല്ലാഹുമ്മ, അല്ലാഹുവേ, ഇന്നി അസ്അലുക, തീർച്ചയായും ഞാൻ നിന്നോട് ചോദിക്കുന്നു, മിനൽ ഖൈരി കുല്ലിഹി, എല്ലാ ഖൈറുകളിൽ നിന്നും. ശരിക്കും ശ്രദ്ധിക്കുക, മിനൽ ഖൈരി കുല്ലിഹി, എല്ലാ ഖൈറും എന്ന് പറഞ്ഞാൽ ഈ ലോകത്തും പരലോകത്തും എന്തെല്ലാം ഖൈറുകളുണ്ടോ ആ ഖൈറുകളൊക്കെ ഞാൻ നിന്നോട് ചോദിക്കുന്നു. അപ്പോൾ അതിലെല്ലാം പെട്ടു. പ്രത്യേകം വിശദീകരിക്കേണ്ടതില്ല ഇഹത്തിലെയും പരത്തിലെയും ഖൈറുകൾ എന്താണ് എന്ന്. എന്നിട്ട് ഒന്നുകൂടി പറയുകയാണ്, ആജിലിഹി വ ആജിലിഹി. ആജിൽ എന്ന് പറഞ്ഞാൽ പെട്ടെന്നുള്ളത് എന്ന് പറഞ്ഞാൽ തൊട്ടുടനെ തന്നെയുള്ള സമയങ്ങളിൽ, സന്ദർഭങ്ങളിൽ, ദിവസങ്ങളിൽ ഉള്ള ഖൈറുകളും. വ ആജിലിഹി, ആജിൽ എന്ന് പറഞ്ഞാൽ പിന്നീട് അല്പസമയത്തിന് ശേഷം, അതല്ലെങ്കിൽ അല്പ ദിവസങ്ങൾക്ക് ശേഷം, അല്ലെങ്കിൽ വർഷങ്ങൾക്ക് ശേഷം, എത്രയുമാകാം. അപ്പോൾ ആജിൽ എന്ന് പറഞ്ഞാൽ തൊട്ടടുത്തത്. അത് തൊട്ടടുത്ത സമയങ്ങളാവാം, ദിവസങ്ങളാവാം, മാസങ്ങളാവാം, വർഷങ്ങളാവാം. ആജിൽ എന്ന് പറഞ്ഞാലോ വിദൂരമായത് എന്നാണ് അർത്ഥം. എന്ന് പറഞ്ഞാൽ ഒരല്പം കഴിഞ്ഞതിന് ശേഷം, അല്ലെങ്കിൽ ഏതാനും ദിവസങ്ങൾക്ക് ശേഷം, അല്ലെങ്കിൽ ഏതാനും മാസങ്ങൾക്ക് ശേഷം, അല്ലെങ്കിൽ ഏതാനും വർഷങ്ങൾക്ക് ശേഷം. ആ സന്ദർഭങ്ങളിൽ എനിക്ക് നീ എല്ലാ ഖൈറാത്തുകളും നൽകണമേ എന്ന് പറഞ്ഞാൽ സമീപസ്ഥമായ ഖൈറുകളും വിദൂരമായ ഖൈറുകളും നീ എനിക്ക് നൽകണമേ. എന്തിനാണ് അങ്ങനെ പ്രാർത്ഥിക്കുന്നത്? അതിൽ വലിയൊരു ഹിക്മത്തുണ്ട്. എന്താണത്? പലപ്പോഴും ആളുകൾ പ്രാർത്ഥിക്കുമ്പോൾ ആ ഒരു സമയത്ത് കിട്ടേണ്ട ഖൈറ് മാത്രമേ ചോദിക്കാറുള്ളൂ. ഒരാൾ ദുആ ചെയ്യുമ്പോൾ ആ ഒരു സന്ദർഭത്തിൽ എന്താണോ വേണ്ടത് അത് മാത്രമേ പലപ്പോഴും ആളുകൾ ചോദിക്കാറുള്ളൂ. ഒരിക്കലും ഭാവിയിലുള്ളത് അത് അന്നേരം ചോദിക്കാം എന്നാണ് വിചാരിക്കുന്നത്. പക്ഷേ ആ സമയത്ത് ചോദിക്കാനോ പ്രാർത്ഥിക്കാനോ ഉള്ള തൗഫീഖ് നമുക്ക് ലഭിച്ചിട്ടില്ലെങ്കിലോ, അല്ലെങ്കിൽ ഇങ്ങനെ പ്രാർത്ഥിക്കാനുള്ള ഒരു അവസരം തന്നെ നമുക്ക് ലഭിച്ചിട്ടില്ലെങ്കിലോ, അതിനുള്ള തൗഫീഖ് നഷ്ടപ്പെട്ടാലോ? അപ്പോൾ ഇപ്പോൾ തന്നെ ചോദിക്കുകയാണ് മരിക്കുന്നത് വരെയുള്ള ഖൈറുകൾ. അതാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട പോയിന്റ്. അതാണ് ആജിലിഹി എന്ന് പറഞ്ഞാൽ സമീപസ്ഥമായതെല്ലാം. അതേപോലെ തന്നെ ആജിലിഹി എന്ന് പറഞ്ഞാൽ അതിനുശേഷം എത്ര കാലം ജീവിക്കുന്നുണ്ടോ അതെല്ലാം ആ വാക്കിൽ ഉൾപ്പെട്ടു. അതുകൊണ്ടാണ് നാം ഇതിനെ സമഗ്രം എന്ന് പറഞ്ഞത്. അത് അള്ളാഹുവിൻ്റെ റസൂൽ തന്നെ പറഞ്ഞ കാര്യമാണ്. വേറെ ചില ആളുകളുണ്ട്, വർഷങ്ങൾക്ക് ശേഷം ലഭിക്കാനിരിക്കുന്ന ഒരു ഖൈറിനെ വേണ്ടി ഇപ്പോൾ ദുആ ചെയ്യും. പക്ഷേ തൊട്ടടുത്ത നിമിഷത്തിലെ ഒരുപാട് ഖൈറുകളെക്കുറിച്ച് ആ വ്യക്തി ചിന്തിച്ചിട്ടുണ്ടാവില്ല, ഓർത്തിട്ടുണ്ടാവില്ല. അങ്ങനെ നേരെ ഓപ്പോസിറ്റുള്ള ആളുകളുമുണ്ട്. ചിലർ ഇപ്പോഴുള്ളത് ചോദിക്കും, വേറെ ചില ആളുകൾ വിദൂരതയിലുള്ളത് ചോദിക്കും. എന്നാൽ ഇവിടെ അള്ളാഹുവിൻ്റെ റസൂൽ ഉപയോഗിച്ച പദം നോക്കൂ, ആജിലിഹി വ ആജിലിഹി. സമീപസ്ഥമായ നന്മകളും വിദൂരമായ നന്മകളും, അതിലുള്ള മുഴുവൻ ഖൈറുകളും ഈ ലോകത്തും പരലോകത്തും. ഇനി ഒന്നുകൂടി പറഞ്ഞാൽ ആജിലിഹി എന്നതിനെ ഈ ദുനിയാവിലെ ഖൈറ് എന്ന് ഉദ്ദേശിക്കാം. ശരിക്കും ശ്രദ്ധിക്കുക. കാരണം ഈ ദുനിയാവിനെക്കുറിച്ച് അള്ളാഹു പറഞ്ഞത് ആജിലായിട്ടുള്ളത് അഥവാ ക്ഷണികമായിട്ടുള്ളത്, പെട്ടെന്ന് വന്നു പോകുന്നത് എന്നാണ്. എന്നാൽ ആജിൽ എന്ന് പറഞ്ഞാലോ എന്നെന്നും അവശേഷിക്കുന്നത് പരലോകമാണ്. അതുകൊണ്ട് ഈ അർത്ഥവും ഇതിൽ ഉദ്ദേശിക്കപ്പെടുന്നുണ്ട് എന്ന് ഉലമാക്കൾ വ്യക്തമാക്കിയിരിക്കുന്നു. അപ്പോൾ ഈ ലോകത്തിലെ ഖൈറ്, പരലോകത്തിലെ മരണാനന്തര ജീവിതത്തിലെ ഖൈറ്, സമീപസ്ഥമായ സന്ദർഭങ്ങളിലുള്ള ഖൈറ്, വിദൂരമായ ദിവസങ്ങളിൽ വരാനിരിക്കുന്ന ഖൈറ്, ഈ ഖൈറുകളെല്ലാം എനിക്ക് നൽകണം. വളരെ സമഗ്രമായ വാക്കുകളാണ്. ഇനി അടുത്തത് നോക്കൂ നിങ്ങൾ. അതും വളരെ ഗംഭീരമാണ്. എന്താണത്? മാ അലിംതു മിൻഹു, എനിക്കറിയാവുന്ന ഖൈറുകൾ. അലിമ എന്ന് പറഞ്ഞാൽ അറിയുക. മാ അലിംതു മിൻഹു അഥവാ ഖൈറിൽ നിന്ന് എനിക്കെന്തെല്ലാം അറിയാമോ ആ ഖൈറുകളും. വമാലം അഅലം, എനിക്കറിയാത്തൊരുപാട് ഖൈറുകളുണ്ട്, അതും ഞാൻ ചോദിക്കുന്നു. ഇനി ഈ വിഷയത്തിൽ ഒന്നും പറയേണ്ടതില്ല എന്നർത്ഥം. ഇവിടെ എനിക്കറിയാവുന്നത് എന്നതുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് രണ്ട് കാര്യങ്ങളാണ് ഉലമാക്കൾ പറഞ്ഞത്. ഒന്ന്, ആ വ്യക്തി, അത് പറയുന്ന ഈ ദുആ ചെയ്യുന്ന വ്യക്തി അറിയുന്ന ഖൈറുകൾ. അല്ലെങ്കിൽ മനുഷ്യർക്ക് മൊത്തം ബാഹ്യമായി അറിയാൻ പറ്റുന്ന കാര്യങ്ങൾ, ഒരു വ്യക്തി എന്നുള്ള നിലക്കല്ല, മറിച്ച് മനുഷ്യ സമൂഹത്തിന് അറിയാൻ പറ്റുന്ന കാര്യങ്ങൾ. അതാണ് ഷഹാദയിലുള്ള ദൃശ്യമായ കാര്യങ്ങൾ. എന്നാൽ വമാലം ആലം എന്ന് പറഞ്ഞാലോ അവിടെയും രണ്ടർത്ഥമുണ്ട്. ഒന്ന്, ആ വ്യക്തിക്ക് പേഴ്സണലായി അറിയാത്തത്. മറ്റൊന്ന്, മനുഷ്യന്മാർക്ക് പ്രത്യക്ഷത്തിൽ കണ്ടെത്താൻ കഴിയാത്തതും അള്ളാഹുവിന് മാത്രം അറിയുന്നതും. അതിനെ വേണമെങ്കിൽ നമുക്കിങ്ങനെ പറയാം, ആലിമുൽ ഗൈബി വശഹാദ. ദൃശ്യവും അദൃശ്യവും അറിയുന്ന അള്ളാഹുവിനാണ് ദൃശ്യത്തിലും അദൃശ്യത്തിലുമുള്ള മനുഷ്യൻ്റെ ഖൈറാത്തുകളെക്കുറിച്ച് അറിയുന്നത്. അതുകൊണ്ട് അള്ളാഹുവേ, എനിക്കറിയാവുന്ന എന്തെല്ലാം ഖൈറുകളുണ്ടോ, അല്ലെങ്കിൽ മനുഷ്യർക്ക് അറിയാൻ പറ്റുന്ന എന്തെല്ലാം ഖൈറുകളുണ്ടോ അത് നീ എനിക്ക് നൽകണം. ഇനി ഞങ്ങൾക്കൊന്നും അറിയാത്ത, അദൃശ്യമായ, ഞങ്ങൾക്ക് ഊഹിച്ചെടുക്കാൻ കഴിയാത്ത, അതല്ലെങ്കിൽ ഭാവി ഞങ്ങൾക്കറിയാത്തതുകൊണ്ട് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റാത്ത എന്തെല്ലാം ഖൈറുകൾ ഈ ലോകത്തുണ്ടോ, ബർസഖിൻ്റെ ലോകത്ത് ഖബറിലുണ്ടോ, മഹ്ശറിലുണ്ടോ,
അതെല്ലാം ഞങ്ങൾക്ക് നീ നൽകണം. അപ്പോൾ റഹ്മാനായ റബ്ബിൻ്റെ അറിവിലേക്ക് കൂടി ഖൈറിനെ ചേർത്തപ്പോൾ ഇനി വല്ല ഖൈറും അവശേഷിക്കുന്നുണ്ടോ? ആലോചിച്ച് നോക്കൂ. അപ്പോൾ എത്ര സമഗ്രമായ പദപ്രയോഗങ്ങളാണ് ഇത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, ഇന്നി ഊതീതു ജവാമി അൽ കലിം, എനിക്ക് അല്ലാഹു ജവാമി ഉൽ കലിമ നൽകിയിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ കുറഞ്ഞ വാക്ക്, സമ്പൂർണ്ണമായ ആശയം. അതിലേതെങ്കിലും ഒന്ന് വിട്ടുപോയി എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. അപ്പോൾ ഈ ദുആയുടെ തുടക്കം തന്നെ ഗംഭീരമാണ്. അല്ലാഹുമ്മ ഇന്നി അസ്അലുക മിനൽ ഖൈരി കുല്ലിഹി, അല്ലാഹുവേ എല്ലാ ഖൈറിൽ നിന്നും ഞാൻ നിന്നോട് തേടുന്നു. ആജിലിഹി വ ആജിലി, ഈ ലോകത്തിലെയും പരലോകത്തിലെയും, അല്ലെങ്കിൽ തൊട്ടുടനെയുള്ള സന്ദർഭത്തിലെയും വിദൂരമായ സന്ദർഭത്തിലെയും എല്ലാം ഖൈറുകൾ. അതേപോലെ തന്നെ മാ അലിംതു മിൻഹു വമാ ലം അഅലം, എനിക്കറിയാവുന്ന ഖൈറുകളും എനിക്കറിയാത്ത നീ മാത്രം അറിയുന്ന ഖൈറുകളും, അതിലെല്ലാം പെട്ടു. ആ ഖൈറുകളൊക്കെ നീ എനിക്ക് നൽകണമേ. അൽഹംദുലില്ലാ. ഇനി പറയുന്നു നോക്കൂ, വ അഊദു ബിക മിനശ്ശർരി കുല്ലിഹി, വ അഊദു ബിക, ഞാൻ നിന്നിൽ അഭയം തേടുന്നു, മിനശ്ശർരി കുല്ലിഹി, എല്ലാ ഷർറുകളിൽ നിന്നും. നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ എല്ലാ ഖൈറാണ് ചോദിച്ചതെങ്കിൽ ഇവിടെ അഭയം തേടുന്നത് എല്ലാ ഷർറുകളിൽ നിന്നും. അവിടെയും പ്രത്യേകം പറഞ്ഞു ആജിലിഹി വ ആജിലിഹി, ഈ ലോകത്തുള്ള ഷർറുകളും പരലോകത്തെ ഷർറുകളും, തൊട്ടുടനെയുള്ള ഷർറുകളും വരാനിരിക്കുന്ന ഷർറുകളും. അപ്പോൾ പ്രസൻറ്റിലുള്ളതും ഭാവിയിൽ മരണം വരെ ഉള്ളതുമായ എല്ലാ ഷർറുകളിൽ നിന്നും, അതേപോലെ തന്നെ ഈ ദുനിയാവിലും ബർസഖിലും മഹ്ശറിലുമെല്ലാമുള്ള ഷർറുകളിൽ നിന്നും, അത്തരം എല്ലാ ഷർറുകളിൽ നിന്നും ഞാൻ നിന്നോട് അഭയം തേടുന്നു. അതാണ് ആജിലിഹി വ ആജിലിഹി. ആജിൽ എന്ന് പറഞ്ഞാൽ പെട്ടെന്നുള്ളത്, ആജിൽ എന്ന് പറഞ്ഞാൽ പിന്നീടുള്ളത്. അതേപോലെ തന്നെ വീണ്ടും പറയുന്നു മാ അലിംതു മിൻഹു വമാ ലം അഅലം, ഇതിലെല്ലാം പെട്ടു. എനിക്കറിയാവുന്ന ഷർറുകളും എനിക്ക് അറിയാൻ പറ്റാത്ത, അഥവാ അല്ലാഹുവേ നിനക്ക് മാത്രം അറിയാവുന്ന, അല്ലെങ്കിൽ മനുഷ്യർ പഠിച്ചു മനസ്സിലാക്കിയ ഷർറുകളും മനുഷ്യർക്ക് വ്യക്തമാകാത്ത അല്ലാഹുവിന് മാത്രം അറിയാവുന്ന ഷർറുകൾ, അതിൽ നിന്നെല്ലാം നീ എനിക്ക് അഭയം നൽകണമേ. അപ്പോൾ അതും സമഗ്രമായി. ഖൈറുകൾ ചോദിച്ചു, അതേ സന്ദർഭത്തിൽ ഷർറുകളുടെ സാധ്യത അവിടെ അവശേഷിക്കുന്നുണ്ട്. പക്ഷേ ആ ഷർറുകളിൽ നിന്നുള്ള അഭയവും തേടിക്കഴിഞ്ഞാൽ ഇനി വല്ലതും ചോദിക്കാനുണ്ടോ? ഇനി ഒന്നും ചോദിക്കാനില്ല എന്നർത്ഥം. അപ്പോൾ അല്ലാഹുവേ എല്ലാ ഖൈറുകളിൽ നിന്നും നിന്നോട് തേടുന്നു, എല്ലാ ഷർറുകളെ തൊട്ടും നിന്നിൽ അഭയം തേടുകയും ചെയ്യുന്നു. അപ്പോൾ ഖൈറിൻ്റെയും ഷർറിൻ്റെയും വിഷയത്തിൽ സമഗ്രമായിട്ടുള്ള വാക്കുകളാണ് ഇവിടെ ഉപയോഗിക്കപ്പെട്ടിട്ടുള്ളത്. ഇനി പറയാൻ പോകുന്നത് നാം പറഞ്ഞു, ഇത്രയും നേരം പറഞ്ഞത് തന്നെ സമഗ്രമാണ്. എന്നാൽ കുറഞ്ഞ ചില വാക്കുകളിലൂടെ ആ സമഗ്രതയുടെ മേൽ ഒന്നുകൂടി സമഗ്രമാവുകയാണ്. അതെന്താണത് നോക്കുക. അല്ലാഹുമ്മ ഇന്നി അസ്അലുക, അല്ലാഹുവേ ഞാൻ നിന്നോട് തേടുന്നു, നിന്നോട് ചോദിക്കുന്നു, മിൻ ഖൈരി, ഖൈറിൽ നിന്ന്. ഏതാണ് ആ ഖൈർ? മാ സഅലക അബ്ദുക വ നബിയുക, മാ സഅലക നിന്നോട് ചോദിച്ചത്. ആര് ചോദിച്ചത്? അബ്ദുക നിന്റെ അടിമ, അതേപോലെ തന്നെ വ നബിയുക നിന്റെ നബിയും, അഥവാ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് ഉദ്ദേശം. അതുകൊണ്ട് അല്ലാഹുവേ നിന്റെ അടിമയായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ, നീ പ്രവാചകനായി നിയോഗിച്ച മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്തെല്ലാം ഖൈർ നിന്നോട് ചോദിച്ചിട്ടുണ്ടോ അതെല്ലാം ഞാൻ നിന്നോട് ചോദിക്കുന്നു. ഇനി ഇതിനേക്കാൾ ഇനി എന്താണ് പറയാനുള്ളത്? ആലോചിച്ച് നോക്കൂ. ലോകം കണ്ട ഏറ്റവും ശ്രേഷ്ഠനായ വ്യക്തിത്വമാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ. മലക്കുകളേക്കാൾ ശ്രേഷ്ഠൻ, ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമയേക്കാൾ ശ്രേഷ്ഠതയുള്ള വ്യക്തിത്വം. ആ പ്രവാചകൻ ഖൈറിനെ സംബന്ധിച്ച് മനസ്സിലാക്കിയതുപോലെ വേറെ ആരാണ് ഖൈറിനെ കുറിച്ച് മനസ്സിലാക്കിയിട്ടുള്ളത്? 7 ആകാശലോകങ്ങളിലും സഞ്ചരിക്കാൻ ഭാഗ്യം കിട്ടിയ, ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കെ തന്നെ സ്വർഗ്ഗലോകത്ത് പ്രവേശിക്കുവാൻ അനുവാദം ലഭിച്ചിട്ടുള്ള മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തേടിയ ഖൈറുകൾക്കപ്പുറത്ത് വല്ല നന്മയുമുണ്ടാകുമോ, വല്ല ഖൈറുമുണ്ടാകുമോ? അവിടെ പ്രവാചകന് ഖാസായ ചില വിഷയങ്ങളുണ്ട്, അതിവിടെ നമ്മൾ ചോദിക്കൂല. ഏതുപോലെ ഷഫാഅത്തുൽ ഉളുമ, പ്രവാചകന് മാത്രം ഉള്ളതാണ് ഏറ്റവും വലിയ ശുപാർശ. അതേപോലെ തന്നെ മഖാമുൻ മഹ്മൂദ് എന്ന് പറയുന്ന പ്രത്യേകമായ സ്ഥാനം, അതേപോലെ തന്നെ സ്വർഗത്തിലെ ഒരൊറ്റ സ്ഥാനം, അതൊരു നബിക്ക് മാത്രമാണ്. അപ്പോൾ റസൂൽ ചോദിച്ചത് ഞങ്ങളും ചോദിക്കുന്നു എന്ന് പറയുന്നതിൽ പ്രവാചകന് മാത്രം പ്രത്യേകമാക്കപ്പെട്ടത് പെടുകയില്ല. അത് ഞാൻ പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്, ശ്രദ്ധിക്കണം. അതല്ലാത്ത നിലക്ക് ഏതൊരടിമകൾക്കും പ്രവാചകന്മാരും അല്ലാത്തവർക്കും ഒരുപോലെ ലഭിക്കാവുന്ന ഖൈറാത്തുകളുണ്ട്. ആ ഖൈറാത്തുകളെല്ലാം ഞാൻ തേടുന്നു എന്നാണ്. സുബ്ഹാനല്ലാഹ്, വല്ലാത്തൊരു പദപ്രയോഗമാണ്. അതുകൊണ്ട് തന്നെ ഇതേപോലെയുള്ള ഒരു കാര്യം ഉലമാക്കൾ പ്രത്യേകം വിശദീകരിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മറ്റു സന്ദർഭത്തിൽ ഖൈറിന് വേണ്ടി തേടിയ ദുആകളൊന്നും ഒരാൾ പഠിച്ചിട്ടില്ലെങ്കിൽ പോലും, അല്ലെങ്കിൽ അയാൾക്ക് പഠിക്കാൻ സാധിച്ചിട്ടില്ലെങ്കിൽ പോലും ഈ പ്രയോഗം അയാൾക്ക് മതിയാകുന്നതാണ് എന്നാണ്. ഇപ്പം നബിയിൽ നിന്ന് സ്ഥിരപ്പെട്ട ഒരുപാട് ദുആകളുണ്ട്, എല്ലാം ഒരാൾക്ക് പഠിക്കാൻ പറ്റിയെന്ന് വരൂല. പക്ഷേ ഈ ഒരു പദപ്രയോഗത്തിലൂടെ ആ മുഴുവൻ ദുആകളെയും ഉൾപ്പെടുത്തി കളഞ്ഞു.
അല്ലാഹു അക്ബർ. അല്ലാഹുമ്മ ഇന്നി അസ്അലുക മിൻ ഖൈരി മാ സഅലക അബ്ദുക വ നബിയ്യുക. നിന്റെ അടിമയും നിന്റെ നബിയുമായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ച എന്തെല്ലാം ഖൈറുകളുണ്ടോ അതൊക്കെ ഞാൻ ചോദിക്കുന്നു. അതേപോലെ തന്നെ അടുത്ത വാചകം, വ അഊദു ബിക മിൻ ശർരി മാ ആദ ബിഹി അബ്ദുക വ നബിയ്യുക വ അഊദു ബിക മിൻ ശർ. എല്ലാ ഷർറിൽ നിന്നും ഞാൻ നിന്നോട് രക്ഷ തേടുന്നു. എങ്ങനെയുള്ള ഷർറ്? മാ ആദ ബിഹി അബ്ദുക വ നബിയ്യുക. നിന്റെ പ്രവാചകനും നിന്റെ അടിമയുമായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്തെല്ലാം ഷർറുകളെ തൊട്ട് ശരണം തേടിയിട്ടുണ്ടോ അതേ ഷർറുകളെ തൊട്ട് ഞാനും നിന്നിൽ അഭയം തേടുന്നു. ഷർറുകളെക്കുറിച്ച് സമഗ്രമായി അറിയാവുന്ന വ്യക്തിത്വമാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അതേപോലെ തന്നെ ഷർറുകളിൽ നിന്ന് രക്ഷ തേടിക്കൊണ്ടുള്ള ഒരുപാട് ദുആകൾ അള്ളാഹുവിൻ്റെ റസൂൽ വേറെ പഠിപ്പിച്ചിട്ടുണ്ട്. അതിനെല്ലാം പകരമാകും ഈ ഒരൊറ്റ വാക്ക് തന്നെ. അപ്പോൾ ആ രണ്ട് വാചകങ്ങൾ നാം നേരത്തെ തുടക്കത്തിൽ പറഞ്ഞതിനെ ഒന്നുകൂടി സമഗ്രമാക്കി കളഞ്ഞിരിക്കുന്നു. അൽഹംദുലില്ലാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ച എല്ലാ ഖൈറുകളും ചോദിക്കുക, അള്ളാഹുവിൻ്റെ റസൂൽ ശരണം തേടിയ എല്ലാ ഷർറുകളിൽ നിന്നും രക്ഷ തേടുകയും ചെയ്യുക. ഇനി നമ്മുടെ അമലുമായി ബന്ധപ്പെട്ട നമ്മുടെ അമല്, കാരണം നമ്മുടെ അമലാണല്ലോ നമ്മുടെ ഇഹപര വിജയത്തിൻ്റെ അടിസ്ഥാനമായി നിലകൊള്ളുന്നത്, അതുമായി ബന്ധപ്പെട്ടുള്ള സമഗ്രമായൊരു പ്രയോഗമാണ് ഇനി കാണുന്നത്. ശ്രദ്ധിക്കുക. അല്ലാഹുമ്മ ഇന്നി അസ്അലുക്കൽ ജന്ന. അള്ളാഹുവെ ഞാൻ നിന്നോട് സ്വർഗം ചോദിക്കുന്നു. ഇതാണല്ലോ ആത്യന്തികമായ വിഷയം അതാണ്. എന്ന് മാത്രമല്ല, സ്വർഗം ചോദിക്കുന്നു എന്ന് മാത്രം പറയാതെ ഉടനെ തന്നെ പറഞ്ഞു. നോക്കൂ നിങ്ങൾ, വമാ ഖറബ ഇലൈഹാ മിൻ ഖൗലിൻ ഔ അമലിൻ. വമാ ഖറബ ഇലൈഹ, അതിലേക്ക് അടുപ്പിക്കുന്നതായ കാര്യങ്ങളും. ഏതിൽ നിന്നൊക്കെ? മിൻ ഖൗലിൻ, വാക്കുകളായിക്കൊണ്ടും, ഔ അമലിൻ, പ്രവർത്തനങ്ങളായിക്കൊണ്ടും. എന്ന് പറഞ്ഞാൽ സ്വർഗം ചോദിക്കുന്നു എന്ന് പറഞ്ഞ് അവസാനിപ്പിക്കാതെ ആ സ്വർഗത്തിലേക്ക് എന്നെ അടുപ്പിക്കുന്ന, ആ സ്വർഗപ്രവേശനത്തിന് കാരണമായി തീരുന്ന എന്തെല്ലാം വാക്കുകളുണ്ടോ ആ വാക്കുകളൊക്കെ പറയാനുള്ള തൗഫീഖ്, എന്തെല്ലാം അമലുകളുണ്ടോ ആ അമലുകളൊക്കെ ചെയ്യാനുള്ള തൗഫീഖ് നൽകണമേ. അവിടെ അൽഹംദുലില്ലാ നിങ്ങൾ നോക്കൂ, ഒരുപാട് അമലുകളുണ്ട് ഇസ്ലാമിൽ ചെയ്യേണ്ടതായിട്ടുള്ള. അതൊന്നും എണ്ണി പറയേണ്ട ആവശ്യമില്ലാത്ത വിധം ഈ വാക്കുകൾ അതിനെ മുഴുവൻ ഉൾപ്പെടുത്തി കളഞ്ഞു. 5 വക്ത് നമസ്കാരം, റമദാനിലെ നോമ്പ്, ഹജ്ജ്, ഉംറ, സദഖ, അങ്ങനെ എന്തെല്ലാം അമലുകളുണ്ട് ആലോചിച്ച് നോക്കൂ. അതെല്ലാം ഇതിൽ ഉൾക്കൊണ്ടു. അതേപോലെ തന്നെ കൗല്, എന്തെല്ലാം കൗലുകളുണ്ട്? ഖുർആനിൻ്റെ പാരായണം, അതേപോലെ തന്നെ അദ്കാറുകൾ, ദുആകൾ, ദഅവത്ത്, ഇതൊക്കെ ചോദിക്കാണ്. ചെറിയ വാക്കുകളിലെല്ലാം ഉൾക്കൊണ്ടു. സുബ്ഹാനല്ലാഹ്. അല്ലാഹുമ്മ ഇന്നി അസ്അലുക്കൽ ജന്ന. അല്ലാഹുവേ ഞാൻ നിന്നോട് സ്വർഗം ചോദിക്കുന്നു. വമാ ഖറബ ഇലൈഹാ മിൻ ഖൗലിൻ ഔ അമലിൻ. സ്വർഗത്തിലേക്ക് എന്നെ അടുപ്പിക്കുന്ന എല്ലാ വാക്കുകളും, അത് അണുമണിത്തൂക്കമാകട്ടെ, അത്തരം വാക്കുകളും അത്തരം പ്രവർത്തനങ്ങൾക്കുമുള്ള തൗഫീഖിനെ ഞാൻ നിന്നോട് തേടുന്നു. അതോടൊപ്പം ആ പ്രയോഗത്തിൽ നിന്ന് ഒരു തത്വം മനസ്സിലായി. എന്താണത്? ഒരു വ്യക്തിയെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകുന്നതിൽ പ്രവർത്തനങ്ങൾക്കുള്ള പങ്ക് പോലെ തന്നെ വാക്കുകൾക്കും പങ്കുണ്ട്. സ്വഹീഹായ ഒരു ഹദീസിൽ നമുക്ക് കാണാം, ഒരടിമ ഉപയോഗിക്കുന്ന ഒരു വാക്ക് കാരണത്താൽ ആ വ്യക്തിക്ക് അള്ളാഹു സ്വർഗം നൽകുന്നതാണ്. അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട ഒരു വാക്ക് അത് പറഞ്ഞാൽ തന്നെ ആ വാക്ക് കാരണം മാത്രം ഒരാൾക്ക് സ്വർഗത്ത് പോകാൻ കഴിയുന്നതാണ്. അതുകൊണ്ട് തന്നെ നല്ല വാക്കുകൾ പറയുക, അദ്കാറുകൾ ചൊല്ലിക്കൊണ്ടേയിരിക്കുക, ദഅവത്ത് നടത്തുക, ഖുർആൻ പാരായണം ചെയ്യുക, അങ്ങനെയുള്ള വാക്കുകൊണ്ടുള്ള എല്ലാ ഇബാദത്തുകൾക്കും ശ്രദ്ധ കാണിക്കണം. ഖൈറല്ല എന്ന് തോന്നുകയാണെങ്കിൽ പ്രവാചകൻ പറഞ്ഞതുപോലെ ഫലിയഖുൽ ഖൈറൻ ഔ ലിയസ്മുത്, ഒന്നെങ്കിൽ ഖൈർ പറയുക അല്ലെങ്കിൽ മിണ്ടാതിരിക്കണം. അതേപോലെ തന്നെയാണ് അമലുകൾ. ഫമൻ യഅമൽ മിസ്ഖാല ദർറത്തിൻ ഖൈറൻ യറ എന്നാണ്. മിസ്ഖാൽ ദർറത്താണ്, അണുമണി തൂക്കമാണ് ഖൈറെങ്കിലും അതിൻ്റെ പ്രതിഫലമുണ്ട്, അതുകൊണ്ട് അത് ചെയ്യണം എന്നാണ് പറയുന്നത്. അങ്ങനെയുള്ള അമലുകളും കൗലുകളും അള്ളാഹുവിനോട് ചോദിക്കുകയാണ്. ഇനി അടുത്ത വാക്കോ സമഗ്രമാണ്, ഈ പറഞ്ഞതുപോലെ തന്നെയാണ്. വ അഊദു ബിക മിനന്നാർ. നരകത്തിൽ നിന്ന് ഞാൻ നിന്നോട് അഭയം തേടുന്നു. നരകത്തിൽ നിന്ന് അഭയം തേടുന്നു. അതേപോലെ തന്നെ വമാ ഖറബ ഇലൈഹാ മിൻ ഖൗലിൻ ഔ അമലിൻ. നരകത്തിലേക്ക് കൊണ്ടുപോകാൻ സാധ്യതയുള്ള എന്തെല്ലാം അമലുണ്ടോ, എന്തെല്ലാം വാക്കുകളുണ്ടോ അതിൽ നിന്നും ഞാൻ നിന്നിൽ അഭയം തേടുന്നു. അങ്ങനെയുള്ള ഒരു വാക്കും പറയാതിരിക്കാനും അത്തരത്തിലുള്ള അമലുകൾ ചെയ്യാതിരിക്കാനും റബ്ബേ നീ തൗഫീഖ് നൽകണമേ എന്നാണ്. അതിൽ നിന്നും നമുക്കൊരു പോയിന്റ് ലഭിക്കും. എന്താണത്? ഒരു കൗല് ഒരു വ്യക്തിയെ സ്വർഗത്തിൽ കൊണ്ടുപോകുന്നത് പോലെ തന്നെ ഒരു കൗല് ഒരു വ്യക്തിയെ നരകത്തിലും കൊണ്ടുപോകും. അള്ളാഹു നിനക്ക് പുറത്തു തരികയില്ല എന്നൊരൊറ്റ വാക്ക് പറഞ്ഞതിൻ്റെ പേരിൽ ജീവിതത്തിലുടനീളം ഇബാദത്തുകൾ ചെയ്ത ഒരു വ്യക്തിക്ക് അതിൻ്റെ ശിക്ഷ അനുഭവിക്കാൻ വേണ്ടി നരകത്തിൽ പോകേണ്ടി വന്നു എന്ന് സ്വഹീഹായ ഹദീസുകളിൽ നമുക്ക് കാണാൻ കഴിയും. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറഞ്ഞത്, അള്ളാഹുവാണേ അദ്ദേഹം ഉപയോഗിച്ച ഒരൊറ്റ വാക്കുകൊണ്ട് അദ്ദേഹം ഈ ലോകവും പരലോകവും നഷ്ടപ്പെടുത്തി എന്നാണ് പറഞ്ഞിട്ടുള്ളത്. സ്വഹീഹായ മറ്റ് ഹദീസിൽ കാണാം, ഒരു വ്യക്തി താൻ വലിയ ഗൗരവമൊന്നും കൊടുക്കാതെ ഒരു വാക്ക് പറയും, പക്ഷേ 70 വർഷത്തെ വഴിദൂരം ആ വാക്കുകൊണ്ട് അയാൾ നരകത്തിൻ്റെ അടിത്തട്ടിലേക്ക് ചെന്നു പതിക്കും എന്നാണ്. അപ്പം അതുകൊണ്ട് വാക്കുകൾ നരകത്തിൽ നിന്ന് നമ്മളെ മോചിപ്പിക്കുന്നതായിരിക്കണം, നരകത്തിലേക്ക് നമ്മളെ പ്രവേശിപ്പിക്കുന്നതായിരിക്കരുത്.
അമലുകളും അങ്ങനെ തന്നെ. വമൻ യഅമൽ മിസ്കാല ദർറത്തിൻ ശർറൻ യറ. മിസ്കാല് ദർറത്ത് ഷർറാണെങ്കിലും അതിൻ്റെ അനുഭവം, അതിൻ്റെ തിക്തഫലം അതൊരു വ്യക്തിക്ക് ലഭിക്കും. അതിൻ്റെ ശിക്ഷ അയാൾ അനുഭവിക്കേണ്ടി വരും, അള്ളാഹു പുറത്തു നൽകുന്നില്ലെങ്കിൽ. അതുകൊണ്ട് തന്നെ നരകത്തിലേക്ക് അടുപ്പിക്കുന്ന മിസ്കാല് ദർറത്തായ അമലുകളാകട്ടെ വാക്കുകളാകട്ടെ അതെല്ലാം തന്നെ ജീവിതത്തിൽ നിന്ന് ഉപേക്ഷിക്കുവാനും അത്തരം കാര്യങ്ങൾ സമീപിക്കാതിരിക്കുവാനുമുള്ള തൗഫീഖിനെ നീ നൽകണമേ. ആ വിഷയത്തിൽ നാഥ നിന്നിൽ ഞങ്ങളിതാ അഭയം തേടുന്നു. അതുകൊണ്ട് അള്ളാഹുവേ, നരകത്തിൽ നിന്നും നരകത്തിലേക്ക് അടുപ്പിക്കുന്ന മുഴുവൻ കൗലുകളിൽ നിന്നും പ്രവർത്തനങ്ങളിൽ നിന്നും നിന്നിൽ ഞാൻ അഭയം തേടുന്നു. അതേ സന്ദർഭത്തിൽ സ്വർഗം ചോദിക്കുകയും ആ സ്വർഗത്തിലേക്ക് അടുപ്പിക്കുന്ന മുഴുവൻ കൗലുകളും അമലുകളും പ്രവർത്തിക്കാനുള്ള തൗഫീഖിനെ തേടുകയും ചെയ്യുന്നു. വല്ലാത്ത ഒരു ദുആ തന്നെയാണിത്. ശേഷം അവസാനിപ്പിക്കുന്നത് നോക്കൂ നിങ്ങൾ. അതായത് ചെറിയ ചെറിയ വാക്കുകൾ കൊണ്ട് പഴുതടച്ചുകൊണ്ടുള്ള ദുആ ആണ്. ഇനി വേണമെങ്കിൽ നമുക്ക് ഈ ഒരു ഭാഗം കൂടി വന്നു കഴിഞ്ഞാൽ പിന്നെ ഇനി ഒന്നും അതിലേക്ക് ചേർക്കേണ്ടതില്ലാത്ത വിധം ഭദ്രമായി. എന്താണത്? വഅസ്അലുക, ഞാൻ നിന്നോട് തേടുന്നു, അൻ തജഅല കുല്ല ഖദാഇൻ ഖദൈതഹു ലീ ഖൈറാ. അൻ തജഅല കുല്ല ഖദാഇൻ, നിന്റെ എല്ലാ വിധികളും, ഖദൈതഹു ലീ, എനിക്ക് വേണ്ടി നീ വിധിക്കുന്നത്, ഖൈറാ, അത് നീ ഖൈറാക്കി മാറ്റണമേ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അള്ളാഹുവിൻ്റെ വിധികളിൽ ഖലാഇൽ ഖദറിൽ ഖൈറുമുണ്ടാകും, മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അതിൽ ഷർറുമുണ്ടാകും. വനബുലൂക്കും ബിശ്ശർരി വൽ ഖൈരി ഫിത്ന, ഖൈർ കൊണ്ടും ഷർറ് കൊണ്ടും നാം നിങ്ങളെ പരീക്ഷിക്കും. അള്ളാഹുവെ, അങ്ങനെ പരീക്ഷണങ്ങൾ വന്നാലും അതെനിക്ക് നീ ഖൈറാക്കി മാറ്റിത്തരണമേ. ഏതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, ഒരു മുഅ്മിനിൻ്റെ കാര്യം വലിയ അത്ഭുതമാണ്. അവന് ഒരു പ്രയാസം ബാധിച്ചാൽ സ്വബറ, അവൻ ക്ഷമിക്കും, ഫക്കാന ഖൈറല്ല, അതവന് ഖൈറായിരിക്കും. എന്നാൽ ഒരു സന്തോഷം ബാധിച്ചാലോ ശക്കറ, നന്ദി കാണിക്കും, ഫക്കാന ഖൈറല്ല, അതും ആ വ്യക്തിക്ക് ഖൈറായിരിക്കും. അപ്പം നന്മയുണ്ടായാലും ഒരു മുസ്ലിമിന് ഖൈർ, പ്രയാസമുണ്ടായാലും ഒരു മുസ്ലിമിന് ഖൈർ. അപ്പോൾ അള്ളാഹു എന്ത് വിധിച്ചാലും അത് ഖൈറായി മാറണം. അപ്പോൾ അള്ളാഹുവെ, ജീവിതത്തിൽ പരീക്ഷണങ്ങളുണ്ടാകും, കടുത്ത പരീക്ഷണങ്ങളുണ്ടാകും. അത് ഖൈർ കൊണ്ട് മാത്രമല്ല ഷെറ് കൊണ്ടും ഉണ്ടാകും. ഷെറ് കൊണ്ട് മാത്രമല്ല ഖൈറുകളും ചിലപ്പോൾ പരീക്ഷണമായിരിക്കും. രണ്ട് സന്ദർഭത്തിലും നീ ഇഷ്ടപ്പെട്ട രൂപത്തിൽ പ്രവർത്തിക്കുവാനും നിൻ്റെ ഖലായിലും ഖദറിലും സംതൃപ്തി അടയുന്ന ഒരവസ്ഥ ഉണ്ടാകുവാനുമുള്ള തൗഫീഖിനെ ഞാൻ നിന്നോട് തേടുന്നു. അൽഹംദുലില്ലാഹ്, ഈ ഒരവസ്ഥ ഒരു വ്യക്തിക്കുണ്ടായാൽ ആ വ്യക്തി ഒരിക്കലും പരാജയപ്പെടുകയില്ല. മറിച്ച് മനുഷ്യന്മാർ പരാജയപ്പെടുന്നത് രണ്ട് ഘട്ടങ്ങളിലാണ്. ശരിക്കും ശ്രദ്ധിക്കുക, മനുഷ്യന്മാർ പരാജയപ്പെടുന്നത് രണ്ട് ഘട്ടങ്ങളിലാണ്. ഒന്ന്, നിഅമത്തുകൾ ലഭിക്കുമ്പോൾ അള്ളാഹുവിനെ മറന്ന് ധിക്കാരികളാകുന്നു. അപ്പോൾ നിഅമത്ത് ലഭിക്കലാണ് ഒരു ഘട്ടം. വേറെ ചിലരാകട്ടെ അള്ളാഹുവിൻ്റെ പരീക്ഷണങ്ങൾ ഉണ്ടാകുമ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആലയെ കൈയൊഴിഞ്ഞ് ഷിർക്കിലേക്കും ചിലപ്പോൾ മതം തന്നെ ഉപേക്ഷിക്കുന്നതിലേക്കും പോകുന്നു. അപ്പോൾ ഷർറ് ജീവിതത്തിൽ സംഭവിക്കുമ്പോൾ അതൊരു വ്യക്തിയെ നശിപ്പിച്ചു കളയുന്നു. ഖൈറ് സംഭവിക്കുമ്പോഴും ചില ആളുകൾ എന്ത് ചെയ്യുന്നു? പിഴച്ച മാർഗം സ്വീകരിക്കുന്നു. അപ്പോൾ ഈ രണ്ട് സന്ദർഭങ്ങളും മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം നിർണായകമാണ്. ഇത് രണ്ടിലും വിജയിക്കാൻ സാധിച്ചാൽ അതാണ് ആത്യന്തികമായ വിജയം. ഖൈറുണ്ടായാലും തെറ്റിപ്പോവരുത്, ഷർറുണ്ടായാലും തെറ്റിപ്പോകാൻ പാടില്ല. അതാണ് ഈ ദുആയിൽ അവസാനമായിട്ടുള്ളത്. വഅസ്അലുക അൻ തജഅല കുല്ല ഖദാഇൻ ഖദൈതഹു ലീ ഖൈറാ, എൻ്റെ വിഷയത്തിൽ നീ വിധിക്കുന്ന മുഴുവൻ ഖദാഇകളും എനിക്ക് വേണ്ടി നീ അത് ഖൈറാക്കി തരണേ റബ്ബേ. ക്ഷമിക്കാനും നിന്നോട് നന്ദി കാണിക്കുവാനും എനിക്ക് ജീവിതത്തിലുടനീളം സാധിക്കണമേ എന്നാണ് പ്രാർത്ഥിക്കുന്നത്. നോക്കൂ, എത്ര ഗംഭീരമായ പ്രാർത്ഥനയാണിത്. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുഖവരയോടുകൂടി തന്നെ പറഞ്ഞത്, ആയിഷ ദുആ ചെയ്യുമ്പോൾ എങ്ങനെയുള്ള ദുആ ആയിരിക്കണം? ഇജ്മഈ വ ഔജിസി, അഥവാ വാക്കുകൾ ചുരുക്കൂ, എന്നാൽ ഒന്നുപോലും വിട്ടുപോകാതെ സമഗ്രമാക്കാൻ വേണ്ടി ശ്രമിക്കൂ. അങ്ങനെ പഠിപ്പിച്ചിട്ടുള്ളതാണ്. ഇതിൽ ദുആൻ്റെ തുടക്കം എന്ന് പറഞ്ഞാൽ ആമ്മാണ്, മൊത്തത്തിലുള്ളതാണ്. ദുആൻ്റെ തുടക്ക ഭാഗം ഏതാണ്? നമുക്കൊന്നുകൂടി പറയാം. അത് അല്ലാഹുമ്മ ഇന്നി അസ്അലുക മിനൽ ഖൈരി കുല്ലിഹി ആജിലിഹി വ ആജിലിഹി മാ അലിംതു മിൻഹു വമാ ലം അഅലം. അല്ലാഹുവേ, എല്ലാ ഖൈറിൽ നിന്നും ഞാൻ നിന്നോട് തേടുന്നു. ഇപ്പോഴുള്ളതും വരാനിരിക്കുന്നതുമായ ഖൈറുകൾ, എനിക്കറിയുന്നതും അറിയാത്തതുമായ ഖൈറുകളെല്ലാം ഞാൻ നിന്നോട് ചോദിക്കുന്നു. വ അഊദു ബിക മിനശ്ശർരി കുല്ലിഹി ആജിലിഹി വ ആജിലിഹി മാ അലിംതു മിൻഹു വമാ ലം അഅലം. അതേപോലെ തന്നെ എല്ലാ ഷർറുകളിൽ നിന്നും അഭയം തേടുന്നു, ഇപ്പോഴുള്ളതും ഇനി വരാനിരിക്കുന്നതും എനിക്കറിയുന്നതും അറിയാത്തതുമായ. ഇത് ആമ്മാണ്. ഇഹത്തിലെയും പരത്തിലെയും ഖൈറും പെട്ടു, ഇഹത്തിലെയും പരത്തിലെയും ഷർറിൽ നിന്നുള്ള ശരണം തേടലും ഇതിൽ ഉൾക്കൊണ്ടു. ഇനി അതിൽ നിന്ന് ഒന്നുകൂടി ഖാസാക്കുകയാണ്, പ്രത്യേകമാക്കുകയാണ്, മൊത്തത്തിൽ നിന്ന് ഒന്നുകൂടി സ്പെസിഫൈ ചെയ്ത് പറയുകയാണ്. അതെന്താണത്? അതാണ് ഇവിടെ കാണുന്നത്. അല്ലാഹുമ്മ ഇന്നി അസ്അലുക മിൻ ഖൈരി മാ സഅലക അബ്ദുക വ നബിയ്യുക വ അഊദു ബിക മിൻ ശർരി മാ ആദ ബിഹി അബ്ദുക വ നബിയ്യുക. അല്ലാഹുവേ, നിന്റെ നബിയും അഥവാ നീ പറഞ്ഞയച്ച നബിയും നിന്റെ അടിമയുമായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചോദിച്ച എല്ലാ ഖൈറും ഞാൻ ചോദിക്കുന്നു. ആ പ്രവാചകനെ രക്ഷ തേടിയ എല്ലാ ഉപദ്രവങ്ങളിൽ നിന്നും ഞാൻ നിന്നോട് രക്ഷ തേടുന്നു. അപ്പോൾ ഒന്നുകൂടി അതിനെ പ്രത്യേകമാക്കി. ഇനി പറയാൻ പോകുന്നതോ
വീണ്ടും അതിൽ നിന്ന് ഒന്നുകൂടി ഖാസാക്കി പ്രധാനപ്പെട്ടതിലേക്ക് മാറി. അതെന്താണ്? സ്വർഗത്തിൽ പ്രവേശിക്കലും നരകത്തിൽ നിന്ന് രക്ഷപ്പെടലുമാണ്. അതാണല്ലോ ആത്യന്തികമായ ഗായത്ത്, ലക്ഷ്യം എന്ന് പറയുന്നത്. അതാണ് പിന്നെ പറയുന്നത്, അല്ലാഹുമ്മ ഇന്നി അസ്അലുക്കൽ ജന്നത വമാ ഖറബ ഇലൈഹാ മിൻ ഖൗലിൻ ഔ അമലിൻ. അല്ലാഹുവേ, ഞാൻ നിന്നോട് സ്വർഗം ചോദിക്കുന്നു, അതിലേക്ക് അടുപ്പിക്കുന്ന എല്ലാ വാക്കുകളും പ്രവർത്തനങ്ങളും നിന്നോട് ഞാൻ തേടുന്നു. വ അഊദു ബിക മിനൻ നാരി വമാ ഖറബ ഇലൈഹാ മിൻ ഖൗലിൻ ഔ അമലിൻ. നരകത്തിൽ നിന്ന് ഞാൻ നിന്നോട് അഭയം തേടുന്നു, അതിലേക്ക് അടുപ്പിക്കുന്ന എല്ലാ ഖൗലുകളിൽ നിന്നും വാക്കുകളിൽ നിന്നും ഞാൻ നിന്നോട് രക്ഷ തേടുന്നു. അതിനുശേഷം പിന്നീട് നമുക്കറിയാം എല്ലാ കാര്യങ്ങളും അള്ളാഹുവിൻ്റെ ഖളാ ഖദർ പ്രകാരമാണ്. ഈ ലോകത്താകട്ടെ, മഹ്ശറിലാകട്ടെ, ഖബറിലാകട്ടെ, പരലോകത്താകട്ടെ. അങ്ങനെ അള്ളാഹുവിൻ്റെ ആ ഖളായിൽ, അള്ളാഹുവിൻ്റെ ഖദറിൽ, അള്ളാഹുവിൻ്റെ തീരുമാനങ്ങളിൽ സംതൃപ്തി അടയുന്ന ആളുകൾക്ക് മാത്രമാണ് വിജയമുള്ളത്. അതുകൊണ്ട് തന്നെ അള്ളാഹുവേ, നീ എൻ്റെ കാര്യത്തിൽ എന്ത് വിധിക്കുന്നുണ്ടോ അത് ഖൈറാക്കി തീർക്കാനുള്ളൊരു തൗഫീഖ് കൂടി നീ നൽകണമേ. അതോടുകൂടി ജീവിതത്തിലെ മുഴുവൻ പരീക്ഷണങ്ങളിലും അത് ഖൈർ കൊണ്ടാകട്ടെ ഷെർ കൊണ്ടാകട്ടെ ബാലൻസ്ഡായ ഒരു നിലപാട് സ്വീകരിക്കാൻ, പ്രയാസങ്ങളിൽ ക്ഷമിക്കാനും സന്തോഷങ്ങളിൽ നന്ദി കാണിക്കുവാനും സാധിക്കുന്ന ഒരു യഥാർത്ഥ മുഅ്മിനിൻ്റെ ഏറ്റവും നല്ല ഈമാനികമായ അവസ്ഥയിലേക്ക് എത്താനുള്ള ഒരു പ്രാർത്ഥന കൂടിയാണ്. ആ ഭാഗം കൂടി പ്രാർത്ഥിച്ചിട്ടാണ് ഈ പ്രാർത്ഥനയെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവസാനിപ്പിക്കുന്നത്. ഇതാണ് അള്ളാഹുവിൻ്റെ പ്രവാചകൻ ആയിഷ റളിയല്ലാഹു അൻഹയ്ക്ക് പഠിപ്പിച്ചു കൊടുത്തത്. അതുകൊണ്ട് സഹോദരങ്ങളെ, മറ്റൊരു ദുആയും നമുക്കറിയില്ല എങ്കിൽ പോലും ഈ ദുആ മാത്രം നിർബന്ധമായും കാണാതെ പഠിച്ച് ഏത് സമയത്തും നമുക്ക് കിട്ടുന്ന അവസരങ്ങളിലൊക്കെ ഇത് ദുആ ചെയ്യാൻ നമ്മൾ ശ്രമിച്ചാൽ ഇൻഷാ അല്ലാഹ് ഇഹപര ഖൈർ നേടിയെടുക്കാൻ നമുക്ക് സാധിക്കും.